തിരുവിതാംകൂർ ചരിത്രം. തിരുവിതാംകൂറിൻ്റെ പഴയകാല പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ്. തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദിവാൻ അല്ലെങ്കിൽ ദളവ എന്ന പേരിലാണ്. തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ ശ്രീ പത്മനാഭദാസൻ എന്നും അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിലെ പട്ടാള സൈന്യത്തിനെ പറഞ്ഞിരുന്നത് നായർ ബ്രിഗേഡ് എന്നാണ്. തിരുവിതാംകൂറിലെ ദേശീയ ഗാനം എന്ന് പറയുന്നത് വഞ്ചിഷമംഗളമാണ്. ഇനി തിരുവിതാംകൂറിൽ എഴുതപ്പെട്ട ആദ്യത്തെ നിയമസംഹിത എന്ന് പറയുന്നത് ചട്ടവരി ഓലകളാണ്. അത് എഴുതിയത് മൺറോ പ്രഭുവാണ്, കേണൽ മൺറോയാണ്. ഇനി തിരുവിതാംകൂറിലെ ഓഡിറ്റ് സമ്പ്രദായം കൊണ്ടുവന്നതും കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ്. ഇനി ദിവാൻമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ദിവാൻ അറുമുഖം പിള്ളയാണ്. ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ എന്ന് പറയുന്നത് കേണൽ മൺറോയാണ്. ഏക മുസ്ലിം ദിവാൻ എന്ന് പറയുന്നത് മുഹമ്മദ് ഹബീബുള്ളയാണ്. ഇനി ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു മന്നത്ത് കൃഷ്ണൻ നായർ. മാർത്താണ്ഡവർമ്മ ഭരിച്ചിരുന്ന കാലഘട്ടം, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മയുടെ മുഴുവൻ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന്. അതോടൊപ്പം തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളത്തായിരുന്നു. ഇദ്ദേഹത്തിന് കൊടുത്തിരുന്ന സ്ഥാനപ്പേര് ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിലെ ഹിരണ്യഗർഭം ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവറയിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവായിരുന്നു വീരരവിവർമ്മ. അദ്ദേഹം വേണാട് രാജാവായിരുന്നു. അതോടൊപ്പം തന്നെ 1742 കായംകുളം രാജാവുമായി മാർത്താണ്ഡവർമ്മ മാന്നാർ ഉടമ്പടി ഒപ്പുവച്ചു. കൊട്ടാരക്കര തിരുവിതാംകൂറുമായി ലയിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിനെ തെക്കുംകൂർ വടക്കുംകൂർ എന്നിവയായി തെക്കുംകൂറിനെയും വടക്കുംകൂറിനെയും തിരുവിതാംകൂറിലേക്ക് ചേർത്തതും മാർത്താണ്ഡവർമ്മയാണ്. 1846 ഇദ്ദേഹം കായംകുളവും ഓടനാടും പിടിച്ചെടുത്ത യുദ്ധമാണ്. കായംകുളവും ഓടനാടിനെയും മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്ത യുദ്ധമാണ് പുറക്കാട് യുദ്ധം. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവച്ചു. അതായത് ഈ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യൻ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അവർ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി.